അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിങ്ങൾ വിടുക, അതിൻ്റെ പിന്നിലെല്ലാവരും അണിനിരക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും നിലയ്ക്ക് എതിർക്കണം എന്ന് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അവരിതിൽ നിന്ന് പുറത്തു പോയിട്ട് എതിർക്കേ, അപ്പം അതിനുള്ള മറുപടികളൊക്കെ ഞങ്ങൾ ചെയ്യും. അകത്തു നിന്നുകൊണ്ടുള്ള കളി ആരെന്നും ഉണ്ടാവരുതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാനിന്ന് ഒരുപാട് ആളുകൾ എന്നോട് വന്ന് സംസാരിച്ചവരൊക്കെ പറഞ്ഞൊരു വാക്കാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുമ്പോൽ ഉമർ കുഞ്ഞിക്കോയ തങ്ങൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കണം. അതിൻ്റെ പുറത്ത് നിങ്ങളെ പിന്നിലും എൻ്റെ പിന്നിലും ഉറച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇത് ബഹുമാനപ്പെട്ട തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നൽകുന്ന ഒരു പിന്തുണയാണ്. അവരുടെ സഹോദരൻ അലി തങ്ങൾ ഇവിടെ ഉണ്ട്. അലി തങ്ങളുടെ പ്രസംഗമൊക്കെ നമുക്കറിയാം. എല്ലാ പ്രസംഗത്തിലും അലി തങ്ങൾ വളരെ ശക്തമായ നിലയിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഒരു അണുമണി തൂക്കം തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് എല്ലായിടത്തും പ്രസംഗിക്കണം. മഹാന്മാരാവുന്ന സയ്യിദ് അലി തങ്ങളടക്കമുള്ള സദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സാരഥികൾ ഒന്നിരായ ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ, ഉമർ ഫൈളി മുക്കം അടക്കമുള്ള AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ അടക്കമുള്ള സമസ്ത മുഷാവറ അംഗങ്ങൾ, മറ്റ് വേദിയിൽ ഉപേക്ഷായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും വിശിഷ്യ ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരാവുന്ന സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടി. ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, അതിൻ്റെ അനുഭാവികൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ, ഒരു വേദിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കപ്പെടാൻ പറ്റും ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതൃത്വം നൽകുന്നുണ്ട്. അതൊക്കെ മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിന് നേതൃത്വം നൽകിയ അതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഈ വിശുദ്ധമാവുന്ന ദീനിന് ഇവിടെ നേതൃത്വം നൽകിയ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ, മഹാന്മാരാവുന്ന അമ്പിയ, ഇവർക്കൊക്കെയുള്ള പൂർണ്ണമായ മദത് കൊണ്ട് അവരുടെ ആ ശരിയായ തിയറി അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും, എല്ലാ വിദ്യാഭ്യാസ സംരംഭങ്ങളും ഒക്കെ അത് വിജയിക്കാനുള്ള കാരണം. ഈ അടുത്ത കാലത്തായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംവിധാനം ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC. നമുക്കറിയാം, SNECക്ക് അതിൻ്റെ കീഴിലായിക്കൊണ്ട് പല സ്കീമുകളും. അതൊന്നും ഞാൻ ഈ അവസരത്തിൽ അതിലേക്ക് കടക്കുന്നില്ല. അത് പ്രസംഗിക്കാൻ ആധികാരികമായി അതിൻ്റെ വക്താവ് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാക്കവി അവർ അത് പ്രസംഗിക്കുക ചെയ്യും. ഈ എല്ലാ സ്കീമുകളും വളരെയധികം നല്ല നിലയിൽ, അതോടൊപ്പം ജനങ്ങൾ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് 60 ചില്ലാനം സ്ഥാപനങ്ങൾ ഇന്ന് അതിനക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മളെ മരണപ്പെട്ടു പോയ മഹാന്മാരൊക്കെ ഇതിനു വേണ്ടി അവരുടെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ മദതുകളും എല്ലാ സഹായങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്നതിനോടൊപ്പം ഇന്ന് ഹയാത്തിലുള്ള മഹത്തുക്കളാവുന്ന ആളുകളുടെ പൂർണ്ണ സഹായവും അവർക്കുള്ള പിന്തുണയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇന്നലേക്ക് വിജയിച്ചു പോകുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാനിന്ന് ഒരുപാട് ആളുകൾ എന്നോട് വന്ന് സംസാരിച്ചവരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ പൂർണ്ണമായി ഉറച്ചു വെക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുമ്പോൽ ഉമർ കുഞ്ഞിക്കോയ തങ്ങൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കണം. അതിൻ്റെ പുറത്ത് നിങ്ങളെ പിന്നിലും എൻ്റെ പിന്നിലും ഉറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇത് ബഹുമാനപ്പെട്ട തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നൽകുന്ന ഒരു പിന്തുണയാണ്. അവരെ സഹോദരൻ അലി തങ്ങൾ ഇവിടെ ഉണ്ട്. അലി തങ്ങളുടെ പ്രസംഗമൊക്കെ നമുക്കറിയാം. എല്ലാ പ്രസംഗത്തിലും അലി തങ്ങൾ വളരെ ശക്തമായ നിലയിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഒരു അണുമണി തൂക്കം തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരെല്ലായിടത്തും പ്രസംഗിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഭാഗത്തുള്ള സാദാത്തുക്കളും ഇവിടെ ഈ സ്റ്റേജിൽ എണ്ണി പറഞ്ഞ ഒരുപാട് സാദാത്തുക്കളുണ്ട്. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഇവിടെ പറയപ്പെട്ട ഈ സ്വാഗത പ്രസംഗത്തിൽ കൂടി പറയപ്പെട്ടതും ഈ പറയപ്പെടേണ്ടതും ഒക്കെ ആവുന്ന ഒരുപാട് സാദാത്തുക്കളുണ്ട്. അപ്പം അവരൊക്കെ പൂർണ്ണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പിന്തുണ നൽകിയതുകൊണ്ടാണ് അതിൻ്റെ എല്ലാം പുറമെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാനാവുന്ന ശൈഖുനാ ശംസുലുമായ ഖുദ്ദസല്ലാഹു അവരെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മണ്ണായിരുന്നു ഈ കർണാടക മണ്ണ്. ഈ കർണാടകക്കാരെ പറ്റി ബഹുമാനപ്പെട്ടവർ എപ്പോഴും മദ്ഹ് ചെയ്യാറുണ്ട്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ ഈ പ്രദേശത്തുകാരൊക്കെ 99% ആളുകളും ഉറച്ചിക്കാളുള്ളതായ. അതിൻ്റെ എല്ലാം പുറമെ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെയും പ്രത്യേകിച്ച് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയെ പിന്നിലും ഉറച്ചു നിന്നുകൊണ്ടിട്ട് ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ചോദിച്ചാൽ, അതുപോലെ നമ്മളെ കേരളത്തിലേക്ക് പോയി നോക്കിയാൽ കേരളത്തിൽ മഹാന്മാരാകുന്ന പാണക്കാട് സാദാത്യങ്ങൾ അടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങൾ അവരൊക്കെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത നിലക്കൊക്കെ പലരും പിന്തുണച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെ വളർന്ന് വികസിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊക്കെ ഉള്ള പിന്തുണയും അവർക്കൊക്കെ ഉള്ള പൂർണ്ണമായ അവരുടെ സഹകരണമൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പിന്നിലുണ്ടായി. കേരളത്തിലുള്ള ഉമറ, അത് പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ, അവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്നതാണ്. അതാണ് ഇത് ഇന്നലേക്ക് വളരാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു നയമുണ്ടല്ലോ, ആ നയത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാം. കുറച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ നിൽക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആജ്ഞകൾ, ഇതൊക്കെ പൂർണ്ണമായും കൊണ്ട് അത് ഉൾക്കൊള്ളാനും അതിനെ പിന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നവർ മാത്രം ഇതിന് പിന്നിൽ നിന്നാൽ മതി. അല്ലാതെ കുറച്ചങ്ങോട്ട് കുറച്ചിങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഘടന അല്ലത്. ഇത് വളരെ വ്യക്തമായ ദീനിന്റെ സംഘടനയാണ്, വളരെ പരിശുദ്ധമായ സംഘടനയാണ്. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചില്ലറക്കാരല്ല. അവരൊരു നയമുണ്ട്. ആ നയത്തിൽ നിന്ന് വ്യതിചരിക്കാതെയാണ് ഇന്നും നമ്മൾ ഇതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവ്വയാത്ര തീരുമാനം എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കൊച്ചാക്കി കാണിച്ച് അതിനെ ചെറുതാക്കി അല്ലെങ്കിൽ അതിൻ്റെ നയത്തിനെ ഇകഴ്ത്താൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതാ പറയണത്. നയത്തിനെ ഇകഴ്ത്തുന്ന പരിപാടിയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ നയമാണ്. അത് വിദഈ ആശയക്കാരുമായുള്ളതായ സമീപനത്തിൽ വളരെ ശക്തമായ ഒരു നയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്.
അപ്പം അത് വിധേയ ആശയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ടിട്ട് ഒത്തൊരുമിച്ചുകൊണ്ടിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേഖല. നേരെ മറിച്ച് വല്ല പ്രധാനപ്പെട്ട വല്ല പൊതുകാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് എങ്ങനെ നീങ്ങണം എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ശംസുൽ ഉലമ നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നയമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ പദ്ധതി ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക വിദ്യാഭ്യാസ പദ്ധതിയിൽപ്പെട്ട സംവിധാനത്തിൽപ്പെട്ട ഒന്നാണിത്. ഇതിനൊക്കെ ഇനിയും പല പദ്ധതികളും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പല നിലക്കുള്ള അതിൻ്റെ വിദ്യാഭ്യാസ മേഖല അത് വികസിപ്പിക്കാൻ ആവശ്യമാവുന്ന പല ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പ്രഖ്യാപിക്കുക. അപ്പം ഏതായാലും ഇവിടെ വളരെ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഇവിടുത്തെ പ്രവർത്തകരുടെയും ഇവിടുത്തെ നേതാക്കന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഇവിടുത്തെ ഉമറാക്കൾ ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനം കൊണ്ട്, ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് വളരെ സുന്ദരമായ ഒരു കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചു. ഇനി അതിനെ തുറന്നും കൊണ്ട് 2-3 കെട്ടിടങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇനി സ്ത്രീ അവരും ലോകത്തുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഇതിനു വേണ്ടി എല്ലാ നിലക്കും സഹകരിക്കണമെന്നും ആവശ്യമാവുന്ന സാമ്പത്തികവും മറ്റും സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഇവിടെ കൂടി എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഒരു നിലക്കും അതിനെ എന്തെങ്കിലും നിലക്ക് വേദനിപ്പിക്കാനും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു വ്യതിചലനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിനെ ഒരു മറ്റൊരു നിലക്ക് അതിനെ ചിത്രീകരിക്കാനോ ആരും മുതിരരുത്. അത് എല്ലാവരുടെ ആ മുതിർന്നവരുടെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും അതെന്ന് ഈ അവസരത്തിൽ മഹാന്മാരാവുന്ന മശായിഖന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിങ്ങൾ വിടുക, അതിൻ്റെ പിന്നിലെല്ലാവരും അണിനിരക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും നിലയ്ക്ക് എതിർക്കണം എന്ന് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അവരിതിൽ നിന്ന് പുറത്തു പോയിട്ട് എതിർക്കേ, അപ്പം അതിനുള്ള മറുപടികളൊക്കെ ഞങ്ങൾ ചെയ്യും. അകത്തു നിന്നുകൊണ്ടുള്ള കളി ആരിൽ ഉണ്ടാവരുതെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് ഈ മഹത്താവുന്ന സംരംഭത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തൊക്കെ ചൊരിയട്ടെ. ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായ ബിൽഡിങ്ങിനെയും അതിനോട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. നമുക്കും ഇതിൻ്റെ പ്രവർത്തകർക്കൊക്കെ ആത്മാർത്ഥം അല്ലാത്ത വേറെ ഒന്നുമില്ല, ഇഖ്ലാസ് മാത്രമേ ഉള്ളൂ. അതിന് ഇഖ്ലാസോട് കൂടി മാത്രമാണ് നമ്മളിത് പ്രവർത്തിക്കേണ്ടത്. ഇവിടുത്തെ ആളുകളും അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് നിലക്കുള്ള വിജയിക്കാനുള്ള കാരണം. അപ്പോൾ ഇഖ്ലാസിന് നമ്മളോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ എല്ലാ നിലക്കും അതിനെ ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിൻ്റെ പുറമെ ഇനി വേറൊരു പ്രത്യേകമാവുന്ന ഒരു സംഗതി കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ഈ സ്ഥാപനത്തിൽ ഇത് ഒഴിവന്ന ആളുകളെ പറ്റിയല്ലേ പറയണത് അല്ലേ? ഇവിടെ ഒഴിവുള്ള ആളുകളല്ലേ ഇപ്പം പ്രഖ്യാപിക്കണത്. അപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ഒരു പ്രസിഡന്റിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ കുറച്ച് മൂപ്പരെ പോലെ നിൽക്കുന്ന ആളുകളാവണം സമസ്തയിൽ ഉണ്ടാവേണ്ടത്, സമസ്തൻ്റെ സ്ഥാപനങ്ങൾ. അപ്പം അവരതിൻ്റെ പ്രസിഡൻ്റായി കൊണ്ടിട്ട് ഇതിൻ്റെ വലിയ അധ്യക്ഷനായി കൊണ്ട് ബഹുമാനപ്പെട്ടവരെ പ്രഖ്യാപിക്കുകയാണ്. മറ്റൊന്ന് വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട റഫീഖ് ഹാജി സുൽത്താൻ കൊടാജ. ബഹുമാനപ്പെട്ട സുൽത്താൻ ഹാജിൻ്റെ മകനല്ലേ? സുൽത്താൻ ഹാജിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. അവർ എപ്പോഴും കേരളത്തിൽ നിന്നാണെങ്കിലും കർണാടകയിൽ നിന്നാണെങ്കിലും ആരും എന്ത് വിവരമായാലും ആരും മുടക്കൂല. അന്നിൽക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിൻ്റെ സ്ഥാപനങ്ങൾക്കൊക്കെ ഞാനും ഉമർ ഫൈസിയും എല്ലാം കൂടി ഞങ്ങളൊരിക്കൽ ഇവിടെ പിരിവ് വന്നിട്ടുണ്ട്. ദാറുസ്സലാം അറബി കോളേജിൻ്റെ സമ്മേളനത്തിന് വേണ്ടി അന്നും സഹായിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. ആര് എപ്പോൾ വന്നാലും അത് സമസ്തനോട് ബന്ധപ്പെട്ട ഏത് സ്ഥാപനമാണെങ്കിലും
വളരെയധികം സഹായിക്കുന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അള്ളാഹു സുഖസമ്പൂർണ്ണമായി കൊടുക്കട്ടെ. അവരുടെ മക്കൾക്കൊക്കെ എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ മകനാണ് ബഹുമാനപ്പെട്ട റഫീഖ് ഹാജി. അപ്പോൾ അവർ നമ്മളോടൊക്കെ ആ വാപ്പ നിലനിർത്തി പോകുന്ന ആ സൗഹൃദവും സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനെ ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായും കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വൈസ് പ്രസിഡൻ്റായും കൊണ്ട് ബഹുമാനപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് തന്നെയുണ്ട്. അതേ പറഞ്ഞത് എന്നെന്ത് വിചാരിച്ചു? അതേ മന്ന വർക്കിംഗ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. എനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ തെറ്റില്ല. പിന്നെ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാം യഹ്യ തങ്ങൾ സൽമാറ അവരതിൻ്റെ വർക്കിംഗ് വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെയും ഇതാണ് ഇതിലുള്ള ഒഴിവുള്ളത്. ഈ ഒഴിവുള്ള ഈ മൂന്നിലേക്കും ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടവർക്കും ഇതിൻ്റെ കമ്മിറ്റിക്കൊക്കെ പൂർണ്ണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ടിട്ട് സമസ്ത തീരുമാനിക്കുന്ന ഏത് തീരുമാനങ്ങളും അത് അംഗീകരിക്കാൻ തയ്യാറുള്ളവരാവണം. സമസ്തയോട് ബന്ധപ്പെട്ട ഏത് സ്ഥാപനവും അതിലെന്തെങ്കിലും നിലക്കുള്ള വ്യതിചലനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതും സമസ്തയായിട്ടൊരു ബന്ധമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ആ നിലക്ക് പ്രവർത്തിക്കാൻ ഈ പറയപ്പെട്ടവർക്കും ഇതിൻ്റെ കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ സ്ഥാപനത്തിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ വന്നു കണ്ടു ഇതിൻ്റെ അഭിവൃദ്ധിയും ഇതിഞ്ഞ് നടക്കപ്പെടാൻ പോകുന്നതായ നിർമ്മിക്കപ്പെടുന്ന ബിൽഡിങ്ങുകളും ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.